സർ, എക്സൈസ്. സർ, സംസ്ഥാനത്ത് വിൽപ്പന നടത്തുന്ന ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിന്മേൽ ലിറ്ററിന് 30 രൂപ വരെ ഗാലനേജ് ഫീ ചുമത്തുന്നതിന് അബ്കാരി നിയമം അനുവദിക്കുന്നുണ്ട്. ആയത് ലിറ്ററിന് 10 രൂപയായി നിശ്ചയിക്കുന്നു. ഇതുവഴി 200 കോടി രൂപയുടെ അധിക വരുമാനം പ്രതീക്ഷിക്കുന്നു. GST. സർ, GST നിയമം വന്നതിന് മുമ്പുള്ള ചില നികുതി നിയമങ്ങളുടെ കീഴിൽ കുടിശ്ശികയായി സർക്കാരിന് ലഭിക്കാനുള്ളത് ഏതാണ്ട് 14,000 കോടി രൂപയാണ് എന്നാണ് കണക്കുകൾ. എന്നാൽ ഇതിൽ പല കുടിശ്ശികകളും വളരെ പഴക്കമേറിയതോ പല സാങ്കേതിക പ്രശ്നങ്ങൾ കിടക്കുന്നതാണ്. പലതും ചെറിയ തുകകളാണ്. സർ, മുൻകാല നികുതി നിയമങ്ങൾ അവസാനിച്ചിട്ട് ഇപ്പോൾ ഏതാണ്ട് 6.5 വർഷമായി. മിക്ക ബിസിനസ്സുകളും GST സംവിധാനത്തിലേക്ക് നീങ്ങിക്കഴിഞ്ഞു. കേരളത്തിലെ വ്യാപാര മേഖലയ്ക്ക്, പ്രത്യേകിച്ച് ചെറുകിട വ്യാപാര മേഖലയ്ക്ക് പുത്തൻ ഉണർവ് നൽകുന്നതിന് ആവശ്യമായ നടപടിയായും സർക്കാരിന് നവകേരള സദസ്സിലൂടെ ലഭിച്ച ധാരാളം നിവേദനങ്ങളുടെ അടിസ്ഥാനത്തിലും ആംനസ്റ്റി 2024 നികുതി കുടിശ്ശിക തീർപ്പാക്കൽ പദ്ധതി പ്രഖ്യാപിക്കുന്നു. സർ, ആംനസ്റ്റി 2024 പദ്ധതിയുടെ സവിശേഷതകൾ ഇവയാണ്. 1. കേരള മൂല്യവർദ്ധിത നികുതി നിയമം, കേരള കാർഷിക ആദായ നികുതി നിയമം, കേരള പൊതുവിൽപ്പന നികുതി നിയമം, കേരള ആഡംബര നികുതി നിയമം, കേരള നികുതിന്മേലുള്ള സർചാർജ് നിയമം എന്നിവയ്ക്ക് കീഴിലെ കുടിശ്ശികൾക്ക് ഈ പദ്ധതി ബാധകമായിരിക്കും. ബാർ, ഹോട്ടലുകൾ, ഡിസ്റ്റിലറികൾ ഉൾപ്പെടെയുള്ള പൊതുവിൽപ്പന നികുതി നിയമത്തിലെ ടേൺ ഓവർ ടാക്സ്, കോമ്പൗണ്ട് നികുതി എന്നിവയുടെ കുടിശ്ശികൾക്ക് ഈ പദ്ധതി ബാധകമായിരിക്കില്ല. GST നിയമം വരുന്നതിന് മുമ്പ് നടന്ന കച്ചവടത്തെ ആസ്പദമാക്കിയുള്ള നികുതി കുടിശ്ശികൾക്ക് ഈ പദ്ധതി ബാധകമായിരിക്കുള്ളൂ. ഈ പദ്ധതിയിലൂടെ കുടിശ്ശികകളുടെ പിഴയും പലിശയും പൂർണ്ണമായി ഒഴിവാക്കും. ഈ പദ്ധതിയിൽ കുടിശ്ശികകളെ അവയുടെ നികുതി തുകയെ അടിസ്ഥാനമാക്കി 4 സ്ലാബുകളായി തിരിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ സ്ലാബായ 50,000 രൂപ വരെ നികുതി തുകയുള്ള കുടിശ്ശികകളെ അവയുടെ പിഴയും പലിശയും അടക്കം പൂർണ്ണമായി ഒഴിവാക്കും. ആകെയുള്ള കുടിശ്ശിക തുകയുടെ 1% താഴെ മാത്രമാണ് ഇതിനകത്ത് വരുന്ന ആളുകൾ ഈ സ്ലാബിലുള്ളതെങ്കിലും ഇത് ഏതാണ്ട് 22,000-ഓളം കുടിശ്ശികകളെ തീർപ്പാക്കുന്നതിന് ഉപകരിക്കും. ആകെയുള്ളതിൻ്റെ ഏകദേശം 40%-ലധികം ഉള്ള ആളുകളാണ്. ഇത് ചെറുകിട വ്യാപാര മേഖലയ്ക്ക് പുത്തൻ ഉണർവാകും. സർ, രണ്ടാമത്തെ സ്ലാബായ 50,000 രൂപ മുതൽ 10 ലക്ഷം രൂപ വരെ നികുതി തുകയുള്ള കുടിശ്ശികൾക്ക് നികുതി തുകയുടെ 30% അടച്ചാൽ മതിയാകും. സർ, മൂന്നാമത്തെ സ്ലാബായ 10 ലക്ഷം രൂപ മുതൽ 1 കോടി രൂപ വരെ നികുതിയുള്ള കുടിശ്ശികൾക്ക് 2 തരം പദ്ധതികളാണുള്ളത്. ഈ സ്ലാബിൽ അപ്പീലിലുള്ള നിയമവ്യവഹാരത്തിലുള്ള കുടിശ്ശികൾക്ക് നികുതി തുകയുടെ 40% ഒടുക്കിയാൽ മതിയാകും. ഈ സ്ലാബിലുള്ള അപ്പീലില്ലാത്ത നിയമവ്യവഹാരമില്ലാത്ത കുടിശ്ശികകൾ തീർപ്പാക്കുന്നതിന് നികുതി തുകയുടെ 50% അടച്ചാൽ മതിയാകും. സർ, നാലാമത്തെ സ്ലാബായ 1 കോടി രൂപയിലധികം നികുതി തുകയുള്ള കുടിശ്ശികൾക്കും 2 തരം പദ്ധതികളാണുള്ളത്. ഈ സ്ലാബിൽ അപ്പീലിലുള്ള നിയമവ്യവഹാരത്തിലുള്ള കുടിശ്ശികൾക്ക് നികുതി തുകയുടെ 70% ഒടുക്കിയാൽ മതിയാകും. ഈ സ്ലാബിൽ ഉള്ള അപ്പീലില്ലാത്ത നിയമവ്യവഹാരമില്ലാത്ത കുടിശ്ശികകൾ തീർക്കുന്നതിന് നികുതി തുകയുടെ 80% അടച്ചാൽ മതിയാകും. സർ, ആംനസ്റ്റി 2024 പദ്ധതിയിൽ നിർദ്ദിഷ്ട തീയതിക്ക് മുമ്പ് ചേരുന്നവർക്കാണ് മേൽപ്പറഞ്ഞ നിരക്കുകൾ. എന്നാൽ ഈ പദ്ധതിയിൽ ചേരാൻ വൈകിയാൽ പദ്ധതി പ്രകാരം ലഭിക്കുന്ന ആനുകൂല്യം കുറയും. ഡിസംബർ 31, 2024 ആയിരിക്കും പദ്ധതിയിൽ ചേരുന്നതിനുള്ള അവസാന തീയതി. സർ, ഈ പദ്ധതിയിലൂടെ നികുതിദായകർക്ക് ആശ്വാസം നൽകാൻ സാധിക്കും എന്ന് മാത്രമല്ല GST വകുപ്പിന് നികുതി പിരിവിന് ഊർജ്ജം പകരുന്ന പുതിയ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ സഹായിക്കും. സർ, രജിസ്ട്രേഷൻ വകുപ്പ്. സർ, അവകാശരേഖകൾ നിക്ഷേപിച്ചുകൊണ്ട് സഹകരണ ബാങ്ക് ഒഴികെയുള്ള ധനകാര്യ സ്ഥാപനങ്ങളിൽ വായ്പയെടുക്കുന്ന ഇക്വിറ്റബിൾ മോർഗേജുമായി ബന്ധപ്പെട്ട കരാറുകൾ രജിസ്ട്രേഷൻ റവന്യൂ രേഖകളിൽ നിലവിൽ രേഖപ്പെടുത്തുന്ന പതിവില്ല. ഇത് ഈട് വെച്ച് വിവരം മറച്ചു വെച്ചുകൊണ്ട് വീണ്ടും ഈട് വയ്ക്കുകയും വസ്തു കൈമാറ്റം ചെയ്യുന്നതുമായ ക്രമക്കേടുകൾക്കും പണയത്തിൻ്റെ കാലാവധിക്ക് ശേഷവും അവകാശരേഖകൾ ഉടമയ്ക്ക് ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് തിരികെ ലഭിക്കാത്ത സാഹചര്യത്തിനും കാരണമാകുന്നു. ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് മറ്റ് സംസ്ഥാനങ്ങളിലെ പോലെ ഡെപ്പോസിറ്റ് ഓഫ് ടൈറ്റിൽ ഡീഡിൻ്റെ രജിസ്ട്രേഷൻ നിർബന്ധമാക്കുവാൻ രജിസ്ട്രേഷൻ ആക്ട് സംസ്ഥാന ഭേദഗതി കൊണ്ടുവരുന്നതിനുള്ള നടപടിക്രമങ്ങൾ നടന്നു വരികയാണെങ്കിലും ഇത്തരം തെറ്റായ പ്രവണത അവസാനിപ്പിക്കുന്നതിന് ഈ മേഖലയിൽ സുതാര്യ കൊണ്ടുവരുന്നതിനും ഒരു ഇടക്കാല നടപടി എന്ന നിലയിൽ സർക്കാരിൻ്റെ എക്സിക്യൂട്ടീവ് അധികാരം വിനിയോഗിച്ച് ഡെപ്പോസിറ്റ് ഓഫ് ടൈറ്റിൽ ഡീഡിൻ്റെ കരാറുകൾ നിർബന്ധമായും ഓൺലൈനായി സബ് രജിസ്ട്രാർ ഓഫീസുകളിൽ ഫയൽ ചെയ്യുന്നതിനുള്ള ഉത്തരവ് പുറപ്പെടുവിക്കുന്നതാണ്. ഇപ്രകാരമുള്ള ഫയലിങ്ങിന് വായ്പാ തുകയുടെ 0.1% നിരക്കിൽ പരമാവധി 10,000 രൂപ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും ഫയലിംഗ് ഇനത്തിൽ ഈടാക്കുന്നതാണ്. ഇതിലൂടെ പ്രതിവർഷം 50 കോടി രൂപയുടെ വരുമാനം പ്രതീക്ഷിക്കുന്നു.